സാം മതിലിന്റെ പടവുകളിലൂടെ താഴേക്ക് നടക്കുകയായിരുന്നു. ഈ യുദ്ധം ജയിക്കാൻ ആവശ്യമായതെല്ലാം നമ്മുടെ പക്കലുണ്ട് എന്ന് ജോറഹ പറയുന്നത് കേൾക്കാമായിരുന്നു. ഞാൻ എന്റെ ആളുകളെയും കുട്ടികളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും യുദ്ധം ചെയ്തിട്ടുണ്ട്. എനിക്കിനിയും അതിന് കഴിയുമെന്ന് ലാനായും പറയുന്നുണ്ടായിരുന്നു. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളാണ് നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെന്ന് ജോറഹ പറയുന്നത് കേട്ട് സാം നടന്നു ചെന്നു. അത് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അവൾ പറഞ്ഞു. നിങ്ങൾക്ക് നിലവറയിലായിരിക്കും കൂടുതൽ സുരക്ഷിതം. നമ്മൾ പോരാടാൻ പോകുന്ന ഈ സാധനങ്ങൾ എന്ന് ജോറാഹ് പറയുന്നത് കേട്ട് ലെന്ന ദേഷ്യപ്പെട്ടു. ഞാൻ നിലവറയിൽ ഒളിക്കാൻ പോകുന്നില്ല. വടക്കിനുവേണ്ടി പോരാടുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഞാൻ പോരാടുക തന്നെ ചെയ്യും. അവൾ തിരിഞ്ഞപ്പോൾ തങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന സാമിനെ കണ്ടു. അവൾ അവിടെ നിന്നും നടന്നുപോയെങ്കിലും തിരിഞ്ഞുനിന്ന് ജോറഹയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സഹോദര. നന്ദി എന്റെ പ്രഭ്വി എന്നയാൾ പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞപ്പോൾ സാം ജോറഹയുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണത് എന്ന് ജോറഹ ചോദിച്ചു. സാം തന്റെ വാൾ ഉയർത്തിക്കാട്ടി. ഇതിന്റെ പേര് ഹാർട്ട്സ്ബെയിൻ എന്നാണ്. ഇതെന്റെ കുടുംബത്തിന്റെ വാളാണ് എന്നവൻ പറഞ്ഞു. നിനക്കിപ്പോഴും ഒരു കുടുംബമുണ്ട് എന്ന് ജോറഹ ഓർമ്മിപ്പിച്ചു. അതെ, അവരെ ഇതുവെച്ച് സംരക്ഷിക്കാൻ എനിക്കാഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിത് നേരെ പിടിക്കാൻ പോലുമാകില്ല. നിങ്ങളുടെ അച്ഛൻ അദ്ദേഹമാണ് എന്നെ ഒരു മനുഷ്യനാകാൻ പഠിപ്പിച്ചത്, ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചത്. ഇതാണ് ശരിയായ കാര്യം. ഇതൊരു വലേറിയൻ സ്റ്റീൽ വാളാണ്. നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ എനിക്കതൊരു അഭിമാനമായിരിക്കും. അവൻ ആ വാൾ ജോറഹയ്ക്ക് നേരെ നീട്ടി. ജോറഹ് അത് വാങ്ങി അല്പം ഊരിനോക്കി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മനുഷ്യലോകത്തെ സംരക്ഷിക്കാൻ ഞാനിതുപയോഗിക്കും എന്ന് അയാൾ പറഞ്ഞു. വലിയ ഹാളിലെ അടുപ്പിൽ തീ ഇപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. എല്ലാവരും അടുപ്പിനു ചുറ്റും ഇരിക്കുകയായിരുന്നു. ഡാവോസ് വീഞ്ഞു വെച്ചിരുന്നിടത്ത് നിൽപ്പായിരുന്നു. നമ്മൾ കുറച്ചുനേരം വിശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് ജെയ്മ് പറഞ്ഞു. വേണ്ട, നമുക്ക് കുറച്ചുനേരം കൂടി ഇവിടെയിരിക്കാം എന്ന് ടിരിയൻ പറഞ്ഞു. വീഞ്ഞു തീർന്നു എന്ന് പറഞ്ഞു ഡാവോസ് തിരികെ വന്നിരുന്നു. നമുക്കൊരു പാട്ട് പാടിയാലോ? നിങ്ങളിലാർക്കെങ്കിലും ഒരു പാട്ടറിയാമോ സർ ഡാവോസ് എന്ന് ടിരിയൻ ചോദിച്ചു. പോഡ്രിക് ജെനി ഓഫ് ഓൾ സ്റ്റോൺസ് എന്ന പാട്ട് പാടാൻ തുടങ്ങി. പോഡ്രിക്കിന്റെ പാട്ട് പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സാമും ഗില്ലിയും അവരുടെ ചെറിയ സാമിനോടൊപ്പം കിടക്കയിൽ കിടക്കുന്നത് കാണാമായിരുന്നു. സാൻസായും തിയോണും പരസ്പരം നോക്കിയിരിക്കുന്നത് കാണാമായിരുന്നു. ചാക്കുകൾക്ക് മുകളിൽ ജെൻട്രി ഉറങ്ങുന്നുണ്ടായിരുന്നു. ആര്യ കണ്ണു തുറന്ന് അവന്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. മുറ്റത്തുനിന്ന് അൺസലീഡ് സൈനികർ പുറത്തേക്ക് നടന്നു. മിസാൻഡയും ഗ്രേയ് വേമും ഒരുമിച്ച് നടന്നുവന്നു. അവൻ അവളെ ചുംബിച്ചിട്ട് സൈനികർക്കൊപ്പം നടന്നുപോയി. പ്രധാന ഗേറ്റിന് പുറത്ത് എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ജോറ തന്റെ കുതിരപ്പുറത്തിരുന്ന് ആ ഇരുണ്ട ചക്രവാളത്തിലേക്ക് നോക്കി. വിന്റർഫെല്ലിന്റെ നിലവറയിൽ പന്തങ്ങളുടെ വെളിച്ചത്തിൽ തന്റെ അമ്മയായ ലാന സ്റ്റാർക്കിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ജോൺ നിൽക്കുന്നത് ഡേനറീസ് കണ്ടു. അവൾ അവനടുത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും ആ പ്രതിമയെ നോക്കി നിന്നു. അതാരാണ് എന്നവൾ ചോദിച്ചു. ലയന സ്റ്റാർക്ക് എന്ന് അവൻ പറഞ്ഞു. ഡേനറീസിന്റെ മുഖത്ത് അസ്വസ്ഥത പ്രകടമായി. എന്റെ സഹോദരൻ റഹെഗർ വളരെ നല്ലവനാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവന് പാടാൻ ഇഷ്ടമായിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് പണം കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവൻ അവളെ ബലാത്സംഗം ചെയ്തു എന്നവൾ പറഞ്ഞു. അവൻ ചെയ്തില്ല. അവൻ അവളെ സ്നേഹിച്ചിരുന്നു എന്ന് ജോൺ പറഞ്ഞു. അവൻ ഡെനറീസിന് നേരെ തിരിഞ്ഞു. അവർ രഹസ്യമായി വിവാഹിതരായി. ട്രൈഡന്റിൽ വെച്ച് റഹെഗർ മരിച്ചതിനുശേഷം അവൾക്കൊരു മകനുണ്ടായി. കുഞ്ഞിനെക്കുറിച്ചറിഞ്ഞാൽ റോബർട്ട് അവനെ കൊല്ലുമായിരുന്നുവെന്ന് ലെന്നയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ മരിക്കുന്നതിനു മുമ്പ് കുഞ്ഞിനെ തന്റെ സ്വന്തം മകനായി വളർത്താൻ തന്റെ സഹോദരനായ നെഡ് സ്റ്റാർക്കിനെ ഏൽപ്പിച്ചു. ഡെനറീസ് കടുത്ത അമ്പരപ്പോടെ അവനെ നോക്കി. എന്റെ യഥാർത്ഥ പേര് ഏഗോൺ ടാർഗേരിയൻ എന്നാണ് എന്നവൻ പറഞ്ഞു. അത് അസാധ്യമാണ് എന്നവൾ പറഞ്ഞു. എനിക്കുമങ്ങനെ ആയിരുന്നെങ്കിലെന്നുണ്ട് എന്നവൻ പറഞ്ഞു. ആരാണ് നിങ്ങളോടിത് പറഞ്ഞത് എന്ന് അവൾ ചോദിച്ചു. ബ്രാൻ അവനത് കണ്ടുവെന്ന് ജോൺ പറഞ്ഞു. അവൻ കണ്ടെന്നോ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. സാം അത് സ്ഥിരീകരിച്ചു. സിറ്റാഡലിൽ വെച്ച് അവൻ അവരുടെ വിവാഹത്തെക്കുറിച്ച് വായിച്ചിരുന്നു. അതെന്താണെന്ന് അറിയാതെ തന്നെ എന്ന് അവൻ പറഞ്ഞു. നിങ്ങളുടെ സഹോദരനും നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനും മാത്രം അറിയാവുന്ന ലോകത്തിലെ ഒരൊറ്റ രഹസ്യം. നിങ്ങൾക്ക് ഇതിൽ വിചിത്രമായിട്ടൊന്നും തോന്നുന്നില്ലേ എന്നവൾ ചോദിച്ചു. അത് സത്യമാണ് ഡാനി, എനിക്കതുറപ്പാണ് എന്ന് അവൻ പറഞ്ഞു. അത് സത്യമാണെങ്കിൽ അത് നിങ്ങളെ ഹൗസ് ടാർഗേരിയന്റെ അവസാനത്തെ പുരുഷ അവകാശിയാക്കും. നിങ്ങൾക്ക് ഇരുമ്പു സിംഹാസനത്തിന്മേൽ അവകാശമുണ്ടാകും എന്ന് അവൾ പറഞ്ഞു. ആ നിമിഷം പുറത്തുനിന്ന് വലിയൊരു കൊമ്പുമുഴങ്ങുന്ന ശബ്ദം കേട്ടു. ജോൺ തിരിഞ്ഞുനോക്കി. മതിലിനു മുകളിൽ ജോണും ഡെനറീസും ടിരിയനിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവർ മൂന്നുപേരും മതിലിനു പുറത്തേക്ക് നോക്കി നിന്നു. അണിനിരക്കൂ എന്നൊരു സൈനികൻ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു. ജോൺ ഡെനറീസിനെ നോക്കി തലയാട്ടി. അവർ രണ്ടുപേരും അവിടെ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് പോയി. ടിരിയൻ അവർ പോകുന്നത് നോക്കി നിന്നു. എന്നിട്ട് വീണ്ടും മതിലിന് പുറത്തേക്ക് നോക്കി. മഞ്ഞുമൂടിയ ഒരു പാതയിലൂടെ മരിച്ച ഒരു കുതിരയുടെ കാലുകൾ നടന്നു നീങ്ങുന്നത് കാണാമായിരുന്നു.
അസ്ഥികളിലേക്ക് തുളച്ചുകയറുന്ന ആ കൊടുന്തണുപ്പിൽ വിറയാർന്ന തന്റെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് സാം നിന്നു. പെട്ടെന്നൊരു വടക്കൻ പടയാളി ഒരു ഡ്രാഗൺ ഗ്ലാസ് വാൾ സാമിന്റെ തുറന്ന കൈകളിലേക്ക് ബലമായി അമർത്തിവെച്ചു കൊടുത്തു. ഈ അപ്രതീക്ഷിതമായ നീക്കത്തിൽ സാം ആകെ പതറിപ്പോയി. ജീവൻ പണയം വെച്ചുള്ള യുദ്ധത്തിനു മുൻപുള്ള അനിശ്ചിതത്വം ആ അന്തരീക്ഷത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലികൾക്കായി തിരക്കോടെ ഓടി. അവിടെയെല്ലാം വടക്കൻ സൈനികർ യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവൻ നടന്ന് മുറ്റത്തേക്കെത്തുമ്പോൾ ഇരുട്ടിനെ വകവയ്ക്കാതെ വലിയൊരു കൂട്ടം ആളുകൾ അവിടെ സജ്ജരാകുന്നത് കണ്ടു. ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയും പടച്ചട്ടകൾ മുറുക്കിയും സമയം ചിലവഴിച്ചു. വീൽചെയറിലിരിക്കുന്ന ബ്രാൻനെ തള്ളിക്കൊണ്ട് തിയോണും ആലിസ് കാസ്റ്റാർക്കും വടക്കൻ സൈനികരും ആ മുറ്റത്തുകൂടി ദൈവങ്ങളുടെ കാട്ടിലേക്ക് യാത്രയായി. ആ രാത്രിയുടെ നിശബ്ദതയിൽ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനകളുണ്ടായിരുന്നു. വിന്റർഫെല്ലിന്റെ മുകളിൽ കോട്ടമതിലുകൾക്ക് കാവൽ നിൽക്കുന്ന സൈനികർ തങ്ങളുടെ മുന്നിലുള്ള തീക്കുണ്ടങ്ങളിൽ നിന്നും അല്പം ചൂട് പകർന്നെടുത്തു. ഡാവോസ് അമ്പുകൾ നിറച്ച വലിയൊരു പാത്രം അവിടേക്ക് കൊണ്ടുവന്നുവെച്ചു. സാൻസായുടെയും ആര്യയുടെയും കണ്ണുകളിൽ വലിയ ഭയവും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്നും ഡ്രോഗോണിന്റെ ഭയാനകമായ ഗർജനം കേട്ടു. അപ്പോഴാണ് അവളും ആര്യയും മുകളിലേക്ക് നോക്കിയത്. ഡ്രോഗോണും റേഗലും അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. മതിലുകൾക്ക് പുറത്ത് വലിയൊരു യുദ്ധസന്നാഹം തന്നെ ഒരുങ്ങിയിരുന്നു. അൺസലൈഡ് സൈന്യത്തിന്റെ ഒരു വലിയ നിര അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തു വന്നു. അവർ തങ്ങളുടെ കുന്തങ്ങളും പരിചകളും പിടിച്ച് വളരെ അച്ചടക്കത്തോടെ അണിനിരന്നു. അവർക്ക് മുൻപിലായി വലിയ കല്ലുകൾ എറിയാൻ സാധിക്കുന്ന യന്ത്രങ്ങൾ സജ്ജമാക്കി വെച്ചിരുന്നു. ആ യന്ത്രങ്ങൾക്ക് മുൻപിലായി ദോത്രക്കി സൈന്യം തങ്ങളുടെ കുതിരപ്പുറത്ത് വാളുകളുമായി കാത്തുനിന്നു. വടക്കൻ സൈന്യത്തെ നയിച്ചുകൊണ്ട് ജെയ്മിയും ബ്രിയനിയും മുൻനിരയിൽ നിന്നു. അൺസലീഡ് സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ ഗ്രേവേം സജ്ജനായി നിന്നു. വടക്കൻ കാട്ടുജാതിക്കാരായ പോരാളികളെ നയിക്കാൻ ടോർമണ്ടും ബെറിക്കുമുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കാണാൻ തയ്യാറായി ഹൗണ്ടും ജെൻട്രിയും മുന്നോട്ട് വന്ന് എഡിസണിനൊപ്പം ചേർന്നു. യുദ്ധക്കളത്തിലെ കുതിരകൾ അക്ഷമയോടെ ശബ്ദമുണ്ടാക്കി. വളരെ അനുഭവപരിചയമുള്ള എന്നാൽ ഉള്ളിൽ ചെറിയൊരു ഭയമുള്ള ജോറ കുതിരപ്പുറത്ത് കാത്തുനിന്നു. ഗോസ്റ്റ് അവന് തൊട്ടടുത്തായി നിന്നു. തണുത്ത കാറ്റ് വീശിയടിച്ചു. പക്ഷേ ആ ഇരുട്ടിൽ ശത്രുക്കളുടെ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. മലമുകളിൽ ഡ്രാഗണിന്റെയും റഹഗലിന്റെയും അരികിലൂടെ ജോൺ നടന്നു. അവൻ ഡെനറിസിനൊപ്പം ചേർന്ന് താഴെ വിന്റർഫെല്ലിനു മുൻപിൽ അണിനിരന്നിരിക്കുന്ന ആ വലിയ സൈന്യത്തെ നോക്കിക്കണ്ടു. മതിലുകൾക്ക് മുകളിൽ ആര്യായും സാൻസായും നോക്കി നിൽക്കെ ഒരു കുതിരക്കാരൻ പതുക്കെ ആ ഇരുട്ടിലൂടെ മുന്നോട്ടു വരുന്നത് ഡാവോസ് കണ്ടു. അത് മെലിസാന്ദ്രയായിരുന്നു. അവൾ തന്റെ കുതിരയെ പതുക്കെ മുന്നോട്ട് നയിച്ച് ജോറായുടെ മുൻപിൽ കൊണ്ടുവന്നു നിർത്തി. അവൾ ദോത്രക്കി സൈന്യത്തെ നോക്കി. നിങ്ങൾക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ അറിയാമോ? മെലിസാന്ദ്ര ചോദിച്ചു. ജോറ തലയാട്ടി സമ്മതം പ്രകടിപ്പിച്ചപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, അവരോട് വാളുകൾ ഉയർത്താൻ പറയൂ. പരസ്പരം നോക്കിയ ശേഷം ജോറ കുതിരപ്പടയാളികളോട് തങ്ങളുടെ വാളുകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടു. അവർ തങ്ങളുടെ വാളുകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. മെലിസാന്ദ്ര തന്റെ കുതിരയെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി ക്യോണോയുടെ അടുത്തേക്ക് വന്നു. അവൾ അവന്റെ വാളിൽ തന്റെ ഇടതുകൈ അമർത്തിവെച്ച് ശ്രദ്ധയോടെ ഒരു വലിയ മന്ത്രം ഉരുവിട്ടു. ഒരു നിമിഷം കൊണ്ട് ആ സൈന്യത്തിലെ എല്ലാവരുടെയും വാളുകൾ വലിയ തീജ്വാലകളായി മാറി. ആ മാന്ത്രിക വിദ്യ കണ്ട് ദോത്രക്കി സൈനികർ ആവേശത്തോടെ അലറി വിളിച്ചു. അവൾ ദോത്രക്കി സൈന്യത്തിന്റെ ഇടയിലൂടെ പതുക്കെ യാത്ര തിരിച്ചു. മതിലുകൾക്ക് മുകളിൽ നിന്നും ഈ കാഴ്ച കണ്ട ഡാവോസ് ഉടൻ തന്നെ കവാടം തുറക്കാൻ സൈനികർക്ക് കൽപ്പന നൽകി. 4 വടക്കൻ സൈനികർ ചേർന്ന് ആ വലിയ വാതിലുകൾ തുറന്നു. മെലിസാന്ദ്ര കുതിരപ്പുറത്ത് അകത്തേക്ക് പ്രവേശിച്ചു. അവൾ കുതിരപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ഡാവോസ് അവളെ തടയാൻ താഴേക്ക് വന്നു. തന്റെ തലയിലുണ്ടായിരുന്ന തുണി മാറ്റി അവൾ ഡാവോസിന്റെ അടുത്തേക്ക് ചെന്നു. എന്നെ കൊല്ലേണ്ട ആവശ്യമില്ല സർ ഡാവോസ്. ഈ പ്രഭാതം വരും മുൻപ് ഞാൻ മരിച്ചിരിക്കും, മെലിസാന്ദ്ര ശാന്തമായി പറഞ്ഞു. അവൾ മുൻപോട്ട് നടന്നുപോയി. അപ്പോഴേക്കും പുറത്ത് ദോത്രക്കി സൈന്യം തങ്ങളുടെ അഗ്നിവാളുകൾ ഉയർത്തിപ്പിടിച്ച് അലറിക്കൊണ്ട് ഇരുട്ടിലേക്ക് മുന്നോട്ട് കുതിച്ചു. ഈ കാഴ്ച കണ്ട ആര്യായും സാൻസായും പരസ്പരം നോക്കി. വിന്റർഫെല്ലിൽ നിന്നുള്ള സൈനികർ വലിയ കല്ലുകൾക്ക് തീ കൊടുത്ത് യന്ത്രങ്ങൾ വഴി ശത്രുക്കളുടെ നേർക്കെറിഞ്ഞു. ആകാശത്ത് ഉൽക്കകൾ വീഴുന്നതുപോലെ ആ കല്ലുകൾ പറന്നുപോയി. ദോത്രക്കി സൈന്യം ആ വലിയ ശത്രുനിരയിലേക്ക് ഇടിച്ചുകയറി. ആ വലിയ പോരാട്ടം മലമുകളിൽ നിന്നും ജോണും ഡെനേരിസും കണ്ടു.
ഭയം കാരണം ഡെനറിസിന്റെ കണ്ണുകൾ വിടർന്നു. താഴെ ബ്രിയനും ജെയ്മിയും ഈ ഭീകരമായ പോരാട്ടം വീക്ഷിച്ചു. കുതിരപ്പടയാളികളുടെ തീവാളുകൾ ആ ഇരുട്ടിലൊരു വലിയ വെളിച്ചം പോലെ നൃത്തം ചെയ്തു. എന്നാൽ പതുക്കെ ആ വെളിച്ചങ്ങൾ ഓരോന്നായി അണയാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ ആ വലിയ വെളിച്ചങ്ങളെല്ലാം ഇല്ലാതായി. യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ നിലച്ചു. പകരം കാറ്റിന്റെ ഇരമ്പൽ മാത്രം അവിടെ അവശേഷിച്ചു. സാമിന്റെയും എഡ്ഡിയുടെയും മുഖത്ത് വലിയ ഭയം നിഴലിച്ചു. പൂർണ്ണമായൊരു നിശബ്ദത അവിടെ പടർന്നു. ആ നിശബ്ദതയെ ഭേദിച്ച് ചുരുക്കം ചില കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഭയന്നു വിറച്ച കുറച്ചു കുതിരകൾ മാത്രം തിരികെ ഓടിവന്നു. വളരെ കഷ്ടപ്പെട്ട് ശരീരത്തിൽ ഒട്ടേറെ മുറിവുകളോടെ ജോറ അവിടെ തിരിച്ചെത്തി. ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചുപോയ ഡാനറിസ് തന്റെ ആളുകളെ രക്ഷിക്കാനായി ഡ്രാഗണിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ജോൺ അവളെ തടഞ്ഞു. രാത്രിയുടെ രാജാവ് വരികയാണ്, ജോൺ പറഞ്ഞു. എന്നാൽ തന്റെ കൈ അവനിൽ നിന്നും വിടുവിച്ചുകൊണ്ട് ഡേനറിസ് ദേഷ്യത്തോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. മരിച്ചവർ ഇതിനകം ഇവിടെ എത്തിക്കഴിഞ്ഞു. താഴെ നിൽക്കുന്ന വടക്കൻ സൈന്യത്തിന്റെ മുഖത്ത് വലിയ ഭയം കാണാമായിരുന്നു. സാമും എഡ്ഡിയും കാറ്റിന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹൗൺ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന വലിയ വിപത്തിനെ നേരിടാൻ എല്ലാവരും തങ്ങളുടെ ആയുധങ്ങൾ മുറുകെ പിടിച്ചു. ഗ്രേവം തന്റെ ഹെൽമെറ്റ് ധരിച്ചു. കാറ്റിന്റെ ശക്തി കൂടി വന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും 10,000-കണക്കിന് ശവശരീരങ്ങൾ ഒരു വലിയ തിരമാല പോലെ അവരുടെ അടുത്തേക്ക് കുതിച്ചുവന്നു. അൺസല്ലീഡ് സൈന്യം തങ്ങളുടെ കുന്തങ്ങൾ മുൻപോട്ട് പിടിച്ച് സജ്ജരായി നിന്നു. ആ വലിയ ശവശരീരങ്ങളുടെ കൂട്ടം അവരെ വന്ന് ഇടിച്ചു തെറിപ്പിച്ചു. സൈനികരുടെ ശരീരത്തിലേക്ക് അവർ തങ്ങളുടെ ആയുധങ്ങൾ കുത്തിയിറക്കി. ആ കാഴ്ച കണ്ട് ടോർമണ്ടും ഹൗണ്ടും അത്ഭുതപ്പെട്ടുപോയി. നിമിഷങ്ങൾക്കകം ആ ശവശരീരങ്ങൾ വടക്കൻ സൈനികരുടെ അടുത്തേക്കെത്തി. നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്ന് ബ്രിയൻ അലറി വിളിച്ചു. യുദ്ധം അതികഠിനമായി മാറി. ജെയ്മി തന്റെ വാളുകൊണ്ട് പലരെയും വെട്ടിവീഴ്ത്തി. ബെറിക് തന്റെ അഗ്നിവാൾ ഉപയോഗിച്ച് ശത്രുക്കളെ കൊന്നൊടുക്കി. അപ്പോഴേക്കും ആകാശത്തുനിന്നും വലിയ ഗർജനത്തോടെ ഡ്രാഗണുകൾ വന്ന് ശത്രുക്കളുടെ മേൽ വലിയ തീമഴ പെയ്ച്ചു. ആയിരക്കണക്കിന് ശവശരീരങ്ങൾ നിമിഷങ്ങൾക്കകം കത്തിച്ചാമ്പലായി. ടോർമണ്ട് ശത്രുക്കളെ അതികഠിനമായി നേരിട്ടു. റേഗലിന്റെ പുറത്തിരുന്ന് ജോണും യുദ്ധം നിരീക്ഷിച്ചു. ജോണും ഡെനേറിസും തങ്ങളുടെ ഡ്രാഗണുകളുമായി ശത്രുക്കൾക്ക് നേരെ തിരിച്ചു. പെട്ടെന്ന് കാറ്റിൽ നിന്നും ഭയാനകമായ ഒരു മഞ്ഞുകാറ്റ് അവരുടെ അടുത്തേക്ക്. ആ കാറ്റിൽ ജോണിന് ഒന്നും കാണാൻ കഴിഞ്ഞു. തന്റെ ഡ്രാഗണിനെ നിയന്ത്രിക്കാൻ അവൻ പാടുപെട്ടു. ഡെനേറിസ് തന്റെ ഗോപങ്ങൾ ഉപയോഗിച്ച് താഴെയുള്ള ശത്രുക്കളെ കത്തിച്ചാടി. മുകളിൽ ഭയാനകമായ മഞ്ഞുകാറ്റ് കാരണം ആര്യയ്ക്കും സൻസാക്കും ഒന്നും കാണാൻ കഴിഞ്ഞു. നീ താഴെ നിലവറയിലേക്ക് പോയി, ആര്യ അവളോട് പറഞ്ഞു. ആര്യ അവൾക്കൊരു ഡ്രാഗണിനെ സ്വാധീനം. എനിക്കിത് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല, ഭയത്തോട് സൻസ പറഞ്ഞു. കൂർത്ത അറ്റം വെച്ച് കിട്ടുക, ആര്യ മറുപടി പറഞ്ഞു. ഇത് കേട്ട് സൻസ താഴെ നിലവറയിലേക്ക് പോയി. സാം, എഴുന്നേൽക്കൂ എന്ന് എഡ് വിളിച്ചു പറഞ്ഞു. അവൻ സാമിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷെ പെട്ടെന്ന് പിന്നിൽ നിന്നും മറ്റൊരു ശത്രു വന്ന് എഡ്ഡിയെ കുത്തി. അവന്റെ വായിൽ നിന്നും രക്തം പുറത്തേക്ക് വന്നു. എഡിസൺ അവിടെ നിലത്തു വീണ് മരിച്ചു. താഴെ നിലവറയിൽ സൻസ എത്തിച്ചേർന്നു. അവിടെ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. വാരീസ്, ഗില്ലി, ലിറ്റിൽ സാം എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. സൻസ ആ നിലവറയിലെ അവസ്ഥ വീക്ഷിച്ചു. മുകളിൽ ആകാശത്ത് കാറ്റ് ഭയാനകമായി വീശിയടിച്ചു. മഞ്ഞുകാറ്റിലൂടെ റഹഗൽ വളരെ ബുദ്ധിമുട്ടി പറന്നു. ജോൺ ശ്വാസം കിട്ടാതെ പാടുപെട്ടു. പെട്ടെന്ന് ആ മഞ്ഞുകാറ്റിലൂടെ ഡ്രാഗൺ അവരുടെ അടുത്തേക്ക് വന്നു. 2 ഡ്രാഗണുകളും കൂട്ടിയിടിക്കുന്നതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ ഭയാനകമായ കാലാവസ്ഥയിൽ ഡ്രാഗണുകളെ നിയന്ത്രിക്കാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടി. താഴെ നോക്കുമ്പോൾ ശവശരീരങ്ങൾ യാതൊരു തളർച്ചയുമില്ലാതെ മുന്നോട്ട് കുതിക്കുന്നത് അവർ കണ്ടു. ടോർമണ്ട് ശത്രുക്കളെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് അലറി വിളിച്ചു. പിൻവാങ്ങുക! ബ്രിയനും അതുതന്നെ വിളിച്ചു പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ വടക്കൻ സൈനികർ വിന്റർഫെല്ലിന്റെ കവാടത്തിലേക്ക് ഓടി. മുറ്റത്ത് നിൽക്കുന്ന ല്യന്ന തന്റെ സൈനികർക്ക് കൽപ്പന നൽകി. ഗേറ്റ് തുറക്കൂ. സൈനികർ ആ വലിയ വാതിലുകൾ തുറന്നു. പരിക്കേറ്റ വടക്കൻ സൈനികർ കൂട്ടത്തോടെ ഉള്ളിലേക്ക് ഓടിക്കയറി. പുറത്ത് ഗ്രേവം ഈ പിന്മാറ്റം വീക്ഷിച്ചു. അവൻ തന്റെ ആളുകളോട് പിന്മാറുന്നവരെ സംരക്ഷിക്കാൻ കൽപ്പന നൽകി. അൺസല്ലീഡ് സൈനികർ ശത്രുക്കളെ തടഞ്ഞു നിർത്തി. സൈനികർ കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നു. ആകാശത്ത് ജോണും ഡെനേറിസും മഞ്ഞുകാറ്റുമായി പോരാടി. ദൈവങ്ങളുടെ കാട്ടിൽ ബ്രാൻ വളരെ ശാന്തനായിരുന്നു. മുകളിൽ റഹഗൽ പറക്കുന്നത് അവൻ കണ്ടു. അകത്ത് മുറ്റത്ത് സൈനികർ തങ്ങളുടെ ആയുധങ്ങളെടുക്കാൻ തിരക്കുകൂട്ടി. പുറത്ത് അൺസല്ലീഡ് സൈനികർ വലിയൊരു പ്രതിരോധം തീർത്തു. ഒടുവിൽ വടക്കൻ സൈനികരെല്ലാം അകത്ത് കയറിയപ്പോൾ അവർക്കും പിന്മാറാൻ കൽപ്പന ലഭിച്ചു. ജീവൻ രക്ഷിക്കാൻ അവരും കവാടത്തിലേക്ക് ഓടി. ആര്യ തന്റെ അമ്പും വില്ലും ഉപയോഗിച്ച് ശത്രുക്കളെ കൊന്നൊടുക്കി. ശത്രുക്കൾ അതിവേഗം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കിടങ്ങിന് തീവയ്ക്കാൻ ഗ്രേവം കൽപ്പിച്ചു.
ഡാവോസ് മുകളിൽ നിന്നും ഇത് കണ്ട് പന്തങ്ങൾ കാണിച്ച് സിഗ്നൽ നൽകി. ഗ്രേവം അവിടെയുള്ള മരപ്പാലം തകർത്തു. എന്നാൽ മഞ്ഞുകാറ്റ് കാരണം കിടങ്ങിൽ തീ പിടിച്ചില്ല. ശവശരീരങ്ങൾ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പന്തങ്ങൾ ഉപയോഗിച്ച് തീ വയ്ക്കാൻ ചില സൈനികർ കിടങ്ങിനടുത്തേക്ക് ഓടി. പക്ഷെ ശത്രുക്കൾ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അപ്പോഴാണ് മെലിസാന്ദ്ര മുൻപോട്ട് വന്നത്. അവൾ കിടങ്ങിനടുത്തേക്ക് നടന്നു ചെന്നു. അവൾ തന്റെ കൈകൾ ഒരു വലിയ മരത്തടിയിൽ വെച്ച് തീവ്രമായി പ്രാർത്ഥിച്ചു. പ്രകാശത്തിന്റെ ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കൂ. ഈ രാത്രി ഇരുണ്ടതും ഭയാനകവുമാണ്. ഒരു ശവശരീരം അവളെ ആക്രമിക്കാൻ ചാടിവന്നു. ആ നിമിഷത്തിൽ അവളുടെ കൈകളിൽ നിന്നും തീപ്പൊരികൾ ചിതറി. നിമിഷങ്ങൾക്കകം ആ കിടങ്ങിൽ വലിയൊരു തീജ്വാല ഉയർന്നു. ശത്രുക്കൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. വിന്റർഫെൽ താൽക്കാലികമായി സുരക്ഷിതമായി. ഈ കാഴ്ച നോക്കി നിന്ന ഹൗണ്ട് പതുക്കെ അവിടെ നിന്നും നടന്നു നീങ്ങി. നിലവറയിൽ വളരെ നിശബ്ദതയായിരുന്നു. സാൻസായും വാരിസും മിസന്റെയും കുറച്ചു മാറിയിരുന്നു. ഭയവും ഉത്കണ്ഠയും എല്ലാവരുടെയും മുഖത്ത് കാണാമായിരുന്നു. അപ്പുറത്ത് ദൈവങ്ങളുടെ കാട്ടിൽ ബ്രാനിന് കാവലായി തിയോൺ നിന്നു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊടുവിൽ നിങ്ങൾ എത്തേണ്ടിടത്ത് തന്നെ എത്തിയിരിക്കുന്നു, ബ്രാൻ അവനോട് പറഞ്ഞു. തുടർന്ന് ബ്രാൻ തന്റെ കഴിവ് ഉപയോഗിച്ച് കാക്കകളുടെ കണ്ണിലൂടെ ആകാശത്തേക്ക് പറന്നു. അവിടെ മേഘങ്ങൾക്കിടയിൽ വിസിയേരിയന്റെ പുറത്തിരിക്കുന്ന രാത്രിയുടെ രാജാവിനെ അവൻ കണ്ടു. താഴെ കിടങ്ങിലെ തീ കെടുത്താൻ ശവശരീരങ്ങൾ യാതൊരു ഭയവുമില്ലാതെ കൂട്ടത്തോടെ തീയിലേക്ക് എടുത്തുചാടി സ്വയം ഒരു പാലം പോലെ മാറി. ആ പാലത്തിലൂടെ ബാക്കിയുള്ള ശവശരീരങ്ങൾ കിടങ്ങ് കടന്ന് മതിലിനടുത്തേക്ക് ഓടിവന്നു. മതിലുകൾ സംരക്ഷിക്കുക, ഡാവോസ് അലറി വിളിച്ചു. ജീവൻ പണയം വെച്ചുകൊണ്ട് സൈനികർ മതിലിന് മുകളിലേക്ക് ഓടി. ശത്രുക്കൾ ഒരു വലിയ മല പോലെ മതിലിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുകളിലേക്ക് കയറി വന്ന ആദ്യത്തെ ശവശരീരത്തെ ജെൻട്രി തന്റെ ആയുധം കൊണ്ട് വെട്ടി രണ്ടായി പിളർന്നു. ജെയ്മി ഒരു ശത്രുവിന്റെ മുഖത്ത് കുത്തിയിറക്കി. അവർ അതികഠിനമായി പോരാടി. എന്നാൽ ശത്രുക്കൾ വളരെ പെട്ടെന്ന് മതിലിന് മുകളിലേക്കെത്തി. ഒരു ശവശരീരം താഴെ മുറ്റത്തേക്ക് ചാടി. യുദ്ധം കോട്ടയ്ക്കുള്ളിലേക്കും പടർന്നു. താഴെ മുറ്റത്ത് വലിയ യുദ്ധം നടന്നു. ഹൗണ്ട് ഭയം കാരണം ഒരു മൂലയിൽ വിറച്ചുകൊണ്ട് മാറി നിന്നു. ആര്യ തന്റെ ആയുധം കൊണ്ട് ഒരുപാട് ശവശരീരങ്ങളെ അതിവിദഗ്ധമായി കൊന്നൊടുക്കി. പെട്ടെന്നൊരു വലിയ ഭീമൻ ശവശരീരം ഗേറ്റ് തകർത്ത് അകത്തേക്ക് വന്നു. അവൾ ധീരതയോടെ പോരാടി. തന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനു മുൻപ് അവൾ വാളുകൊണ്ട് ആ ഭീമന്റെ കണ്ണിൽ കുത്തിയിറക്കി. ആകാശത്ത് ഡ്രാഗണുകൾ തമ്മിൽ ഭീകരമായ പോരാട്ടം നടന്നു. നൈറ്റ് കിങ് താഴേക്ക് വീണു. ജോൺ അവനെ കൊല്ലാനായി കുതിച്ചു. ഡാനറീസ് ഡ്രാഗണിന്റെ തീജ്വാലകൾ അവന് നേരെ വർഷിച്ചു. ആ തീജ്വാലകളിൽ നൈറ്റ് കിങ്ങിന് യാതൊരു പരിക്കുമേറ്റില്ല. അവൻ തന്റെ ആയുധമെടുത്തു. ഡാനറിസ് ഭയത്തോടെ അവിടെ നിന്നും പറന്നകന്നു. ആര്യ ഒരു ലൈബ്രറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് ശവശരീരങ്ങൾ അവളെ തെരഞ്ഞുവന്നു. രക്തം വീഴുന്ന ശബ്ദം കേട്ട് ഒരു ശത്രു അവളുടെ അടുത്തേക്ക് വന്നു. ഒടുവിൽ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഓടി. അപ്പോഴാണ് ബെരിക്കും ഹൗണ്ടും അവളെ രക്ഷിക്കാൻ വന്നത്. ഒരു വലിയ കൂട്ടം ശത്രുക്കൾ അവരെ ആക്രമിച്ചു. ആര്യയെ രക്ഷിക്കുന്നതിനിടയിൽ ബെരിക്കിന് ഒരുപാട് കുത്തേറ്റു. അവർ ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ബെരിക് നിലത്തുവീണ് മരിച്ചു. അവിടെ മെലിസാന്ദ്ര നിന്നിരുന്നു. മരണത്തിന്റെ ദൈവത്തോട് നമ്മൾ എന്തു പറയും? അവൾ ചോദിച്ചു. ഇന്നില്ല, ആര്യ ഉറപ്പോടെ പറഞ്ഞു. ജോൺ അവന്റെ അടുത്തേക്ക് കുതിച്ചു.
എന്നാൽ നൈറ്റ് കിങ് തന്റെ കൈകൾ ഉയർത്തി മരിച്ചവരെ മുഴുവൻ വീണ്ടും ഉയിർപ്പിച്ചു. എങ്ങും മരിച്ചവർ എഴുന്നേൽക്കുന്ന കാഴ്ച കണ്ട് വടക്കൻ സൈന്യം ഭയന്നു വിറച്ചു. താഴെ അറയിൽ മതിലുകൾ പൊളിച്ച് ജീർണിച്ച ശവശരീരങ്ങൾ പുറത്തുവന്നു. ജോൺ വിന്റർഫെൽ നുള്ളിലേക്ക് കുതിച്ചു. ഡ്രോഗോണിന്റെ മേൽ ശത്രുക്കൾ ഇരച്ചുകയറിയപ്പോൾ ഡേനറിസ് താഴെ വീണു. ജോറ അവളെ രക്ഷിക്കാനായി എത്തി. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് അവൾക്ക് കാവലായി പോരാടി. ജോൺ വഴിയിൽ കാണുന്നവരെയെല്ലാം വെട്ടിവീഴ്ത്തി ദൈവമരങ്ങളുടെ അടുത്തേക്ക് കുതിച്ചു. അവിടെ തിയോൺ തന്റെ അവസാന അമ്പും പ്രയോഗിച്ചു കഴിഞ്ഞു. ശത്രുക്കൾ അവനെ വളഞ്ഞു. നൈറ്റ് കിങ് അവിടേക്ക് നടന്നുവന്നു. അതേസമയം വിന്റർഫെല്ലിന്റെ മറ്റൊരു വശത്ത് തകർന്നടിഞ്ഞ ഒരു മതിലിനു പിന്നിലായി മരണത്തെ മുഖാമുഖം കണ്ട് ജോൺ ശ്വാസമടക്കി പിടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ മുറ്റത്ത് ഭയാനകമായ രൂപത്തോടെ നിലയുറപ്പിച്ചിരുന്ന ഡ്രാഗൺ വായിൽ നിന്നും ചുട്ടുപൊള്ളുന്ന നീല തീജ്വാലകൾ വായുവിലേക്ക് ചീറ്റിക്കൊണ്ടിരുന്നു. ആ ഭയാനകമായ ജീവിയുടെ കണ്ണുകളിൽ വെറുപ്പ് മാത്രമായിരുന്നു. ആ തീജ്വാലകളെ മറികടന്ന് മുന്നോട്ടു പോകാൻ ജോൺ പലതവണ ശ്രമിച്ചു നോക്കി. എന്നാൽ അവൻ അനങ്ങുന്നതിനു മുമ്പ് തന്നെ വിസീരിയൻ അവനു നേരെ ആ നീല അഗ്നിപർവ്വതം തുറന്നുവിട്ടു. വിന്റർഫെല്ലിന്റെ മതിലുകൾക്ക് പുറത്ത് കത്തിയെരിയുന്ന ആ വലിയ യുദ്ധക്കളത്തിൽ ശവശരീരങ്ങൾക്കിടയിൽ നിന്നും ഡേനറിസ് പരിക്കേറ്റ ജോറായെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചുറ്റും എരിയുന്ന തീജ്വാലകൾ ആ ദുരന്തഭൂമിക്ക് ഒരു ഭയാനകമായ വെളിച്ചം നൽകി. പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്നും ജീർണിച്ച ശരീരമുള്ള ഒരു ഭീകരജീവി പാഞ്ഞെടുത്തു. തന്റെ രാജ്ഞിക്ക് നേരെ വരുന്ന ആ മരണത്തെ കണ്ട ജോറ യാതൊന്നും ചിന്തിക്കാതെ അവൾക്ക് മുന്നിലേക്ക് എടുത്തുചാടി ഒരു കവചം പോലെ നിന്നു. ആ ഭീകരജീവിയുടെ തുരുമ്പിച്ച വാൾ ജോറായുടെ നെഞ്ചിലേക്ക് ആഴത്തിൽ തുളച്ചുകയറി. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നവനെ കണ്ട് ഡനേറിസിന്റെ ഹൃദയം തകർന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ആ ഭീകരജീവിയെ അതികഠിനമായി കുത്തിക്കൊന്നു. എന്നാൽ അടുത്ത ജീവി ഉടൻ തന്നെ ജോറായെ ആക്രമിച്ചു. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ ആക്രമണം തടയുകയും തന്റെ വാൾ ആ ജീവിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയും ചെയ്തു. ആകെ തളർന്ന് ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന ജോറ വീണ്ടും പണിപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ഡാനറിസ് അതിയായ സ്നേഹത്തോടെയും നന്ദിയോടെയും അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. തിയോണും നൈറ്റ് കിങ്ങും മുഖാമുഖം നിന്നു. ബ്രാൻ അവനെ നോക്കി. തിയോൺ, ബ്രാൻ പറഞ്ഞു. തിയോൺ അവനെ തിരിഞ്ഞു നോക്കി. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ബ്രാൻ പറഞ്ഞു. തിയോൺ തലയാട്ടി. ബ്രാൻ അവനോട് നന്ദി പറഞ്ഞു. തിയോൺ ദീർഘമായൊന്ന് ശ്വാസമെടുത്തു. തന്റെ ഉള്ളിലെ ഭയവും കുറ്റബോധവും ആ നിമിഷം ഇല്ലാതാവുകയാണെന്ന് അവന് തോന്നി. തന്റെ അവസാന നിമിഷം അടുത്തുവെന്ന് മനസ്സിലാക്കിയ അവൻ പതുക്കെ താഴേക്ക് നോക്കി. പിന്നെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന നൈറ്റ് കിങ്ങിനെ തിരിഞ്ഞു നോക്കി. തിയോൺ തന്റെ കയ്യിലിരുന്ന കുന്തം മുറുകെ പിടിച്ചു. സർവ്വശക്തിയുമെടുത്ത് ഉച്ചത്തിൽ ഒരു പോർവിളി മുഴക്കിക്കൊണ്ട് ആ അന്ധകാരത്തിന്റെ നാഥന് നേരെ കുതിച്ചുപാഞ്ഞു. എന്നാൽ യാതൊരു കുലുക്കവുമില്ലാതെ നിന്ന നൈറ്റ് കിങ് വളരെ അനായാസമായി തിയോണിന്റെ ആ വലിയ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഒരൊറ്റ ചലനത്തിലൂടെ അവൻ ആ കുന്തം പിടിച്ചെടുത്ത് രണ്ടായി ഒടിച്ചു. ഒട്ടും വൈകാതെ ആ ഒടിഞ്ഞ കുന്തത്തിന്റെ കൂർത്ത ഭാഗം തിയോണിന്റെ വയറ്റിലേക്ക് അതിക്രൂരമായി കുത്തിയിറക്കി. വിറയ്ക്കുന്ന ശരീരത്തോടെ അവൻ ആ മഞ്ഞിലേക്ക് മുട്ടുകുത്തി വീണു. തിയോണിനെ മറികടന്ന് നൈറ്റ് കിങ് തന്റെ നോട്ടം ബ്രാനിന് നേരെ തിരിച്ചു. ചോരവാർന്ന ജീവൻ വെടിയുന്ന തിയോണിനെ ബ്രാൻ നിസ്സായനായി നോക്കിയിരുന്നു. ദൈവമരങ്ങളുടെ നിശബ്ദതയിലേക്ക് നൈറ്റ് കിങ് വളരെ പതുക്കെ നടന്നെടുത്തു. മരണം കാത്തുനിൽക്കുന്ന ബ്രാൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവനെ നോക്കി തന്റെ വീൽ ചെയറിലിരുന്നു. നൈറ്റ് കിങ് ഓരോ ചുവടും വെച്ച് ബ്രാനിന്റെ തൊട്ടരികിലെത്തി. യാതൊരു വികാരവുമില്ലാതെ ബ്രാൻ പതുക്കെ തന്റെ തലയുയർത്തി അവനെ നോക്കി. അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി. അവർ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നി. നൈറ്റ് കിങ് തന്റെ തല ചെറുതായൊന്ന് ചരിച്ചു. അവന്റെ കണ്ണുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പകയുണ്ടായിരുന്നു. അതേസമയം പുറത്ത് ജോൺ ഒളിച്ചിരിക്കുന്ന മതിലിന്റെ തൊട്ടുപുറകിലായി വിഷറൻ അതിന്റെ വലിയ തല ഉയർത്തിക്കൊണ്ടു നിന്നു. ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ജോണിന് മനസ്സിലായി. മരണം മുന്നിൽ കണ്ട അവൻ തന്റെ സർവ്വധൈര്യവും സംഭരിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു നിന്നു. തന്റെ കൈകൾ താഴ്ത്തിയിട്ട് വാൾ നിലത്തേക്ക് ഊന്നി അവൻ ആ ഭീമാകാരനായ ഡ്രാഗണിനെ നേരിടാൻ തയ്യാറായി. തന്റെ ശത്രുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജോൺ സർവ്വശക്തിയുമെടുത്ത് ഉച്ചത്തിൽ അലറി. അവനെ ചാമ്പലാക്കാനായി വിഷറൻ തന്റെ ഭീമാകാരമായ വായ തുറന്നു. അതിൽ നിന്നും കൊടും ചൂടുള്ള നീല തീജ്വാലകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ദൈവമരങ്ങളുടെ കീഴിൽ ബ്രാനും നൈറ്റ് കിങ്ങും തികഞ്ഞ ശാന്തതയോടെ പരസ്പരം നോക്കി നിന്നു. ബ്രാനിന്റെ ജീവനെടുക്കാനായി നൈറ്റ് കിങ് തന്റെ പുറകിലുണ്ടായിരുന്ന ഉറയിൽ നിന്നും വാൾ ഊരിയെടുക്കാൻ കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവിടെയുണ്ടായിരുന്ന ഒരു വൈറ്റ് വാക്കറിന്റെ മുടിയിലൂടെ ഒരു ഇളം കാറ്റ് കടന്നുപോയി.
നൈറ്റ് കിങ്ങിന്റെ പുറകിലൂടെയായിരുന്നു അവളുടെ ആക്രമണം. മിന്നൽ വേഗത്തിൽ തിരിഞ്ഞ നൈറ്റ് കിങ് തന്റെ ഒരു കൈകൊണ്ട് അവളുടെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അവളുടെ വലതുകൈയിലുണ്ടായിരുന്ന ആ വെലീരിയൻ സ്റ്റീൽ കഠാര അവൾ താഴേക്കിട്ടു. നൈറ്റ് കിങ് ഒരു വലിയ മഞ്ഞുകട്ട പോലെ പൊട്ടിത്തെറിച്ചു. ആയിരക്കണക്കിന് ചെറിയ ഐസ് കഷ്ണങ്ങളായി അവൻ നിന്നിരുന്നിടത്ത് പെയ്തിറങ്ങി. ആ വലിയ ഭീഷണി എന്നേക്കുമായി ഇല്ലാതായി. തങ്ങളുടെ നാഥൻ ഇല്ലാതായതോടെ ചുറ്റും നിന്നിരുന്ന വൈറ്റ് വാക്കേഴ്സ് ഓരോരുത്തരായി ഐസ് കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. മുറ്റത്ത് മരണം കാത്തുനിന്ന ജോൺ അത്ഭുതത്തോടെ ആ കാഴ്ച കണ്ടു. അവനെ ചാമ്പലാക്കാൻ വായ തുറന്ന വിസീരിയൻ പൊടുന്നനെ ജീവനില്ലാത്ത ഒരു രൂപമായി താഴേക്ക് വീണു തകർന്നു. അതിൽ നിന്നും പുറത്തുവന്ന നീല തീജ്വാലകൾ വായുവിൽ അലിഞ്ഞില്ലാതായി. വിന്റർഫെല്ലിന്റെ മുറ്റത്ത് പോരാടിക്കൊണ്ടിരുന്ന മരിച്ചവരുടെ സൈന്യം മുഴുവൻ താഴേക്ക് വീണു. അവർ തങ്ങൾ പോരാടിക്കൊണ്ടിരുന്ന വടക്കൻ പടയാളികളിൽ നിന്നും അകന്നുമാറി മണ്ണിലേക്ക് പതിച്ചു. വിന്റർഫെല്ലിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന മരണത്തിന്റെ തിരമാലകൾ മുഴുവൻ മണ്ണിലേക്ക് അടഞ്ഞു വീണു. യുദ്ധക്കളത്തിൽ ആ ഭീകരജീവികൾ താഴെ വീണപ്പോൾ അതുവരെ പൊരുതി നിന്ന ജോറ തന്റെ മുട്ടുകളിലേക്ക് വീണു. അവൻ അവശനായി നിലത്തേക്ക് ചരിഞ്ഞു. തന്റെ ചുറ്റും നടക്കുന്ന ഈ വലിയ അത്ഭുതം കണ്ട് ജോൺ വിശ്വസിക്കാനാവാതെ നിന്നു. മുറ്റത്തുനിന്ന് ടോർമണ്ട്, ഗെൻറി, ഗ്രേവേം എന്നിവർ സ്തബ്ധരായി നിന്നു. തൊട്ടടുത്തു തന്നെ നിന്ന ബ്രിയൻ, ജെയിം, പോഡ്രിക് എന്നിവരും തങ്ങളുടെ ഈ അപ്രതീക്ഷിത രക്ഷപ്പെടൽ കണ്ട് അത്ഭുതത്തോടെ മതിലിൽ ചാരി നിന്നു. അവരെ ആക്രമിച്ച ആ ജീർണിച്ച ശരീരങ്ങളെല്ലാം കേവലം പൊടിയായും എല്ലിൻ കഷ്ണങ്ങളായും മാറിക്കഴിഞ്ഞിരുന്നു. ദൈവമരങ്ങളുടെ കാവലിൽ നിന്നും ആര്യ പുറത്തേക്ക് നോക്കി. വളരെ സന്തോഷത്തോടെ അവൻ അവളെ തിരിഞ്ഞുനോക്കി. യുദ്ധക്കളത്തിൽ ചോരയിൽ കുളിച്ചുകിടക്കുന്ന ജോറയുടെ ജീവനില്ലാത്ത ശരീരത്തിനു മുകളിൽ വീണ് ഡാനേറിസ് പൊട്ടിക്കരഞ്ഞു. അവൻ അവളോടെന്തോ പറയാൻ ശ്രമിച്ചു. എന്നാൽ മരണത്തിന്റെ മരവിപ്പ് അവന്റെ കണ്ണുകളെ മൂടുകയും അവൻ നിശ്ചലനാവുകയും ചെയ്തു. അവൾ കരയുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനായി ഡ്രാഗൺ പതുക്കെ അവളുടെ ചുറ്റും ഒരു വലയം തീർത്തു. വിന്റർഫെല്ലിന്റെ ഇരുണ്ട വാതിലിലൂടെ ഹൗണ്ട് പുറത്തേക്ക് വന്നു. അവന് പിന്നിലായി മെലിസാന്ദ്രയും ഉണ്ടായിരുന്നു. എന്നാൽ മെലിസാന്ദ്ര അവിടെ നിൽക്കാതെ ആ ഗേറ്റിലൂടെ പുറത്തേക്ക് നടന്നു. മരിച്ചവരുടെ ശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ആ മഞ്ഞുമൂടിയ വഴിയിലൂടെ അവൾ മുന്നോട്ട് നീങ്ങി. ഗേറ്റിൽ നിന്ന ഡാവോസ് അവൾ ആ മഞ്ഞുമൂടിയ യുദ്ധക്കളത്തിലേക്ക് നടന്നുപോകുന്നത് നോക്കിനിന്നു. നടന്നുപോകുന്നതിനിടയിൽ അവൾ ആദ്യം തന്റെ ചുവന്ന മേലങ്കി അഴിച്ചുമാറ്റി. പിന്നെ കഴുത്തിലുണ്ടായിരുന്ന ആ മാന്ത്രികമാലയും. അവളുടെ കാലടികൾ പതറാൻ തുടങ്ങി. അവളുടെ ചുവന്ന മുടി പൂർണ്ണമായും വെളുത്ത നിറമായി മാറി. അവളുടെ വസ്ത്രങ്ങൾ തോളിൽ നിന്നും താഴേക്ക് ഊർന്നു വീണു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾക്ക് നൂറുകണക്കിന് വർഷങ്ങളുടെ പ്രായം വർദ്ധിക്കുകയും അവളുടെ ശരീരം ചുരുങ്ങുകയും ചെയ്തു. ഒരു വലിയ യുദ്ധത്തിന്റെ അവസാനത്തെ കാറ്റ് ആ ചാരത്തെ ആകാശത്തേക്ക് പറത്തിക്കൊണ്ടുപോയി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.